ഒരു വേരിൽ ക്രിസ്തു ഉണ്ട്. ഇതിനെ സാക്ഷാത്കരിക്കണം. അച്ഛനെന്താണ് വേര് എടുത്തതെന്ന് പറഞ്ഞ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ജസ്സയുടെ വേരിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ വചനങ്ങൾ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത്. ചില സമയത്ത് കെട്ടുപോകും അത്. പക്ഷേ വെള്ളം എങ്ങനെ കെട്ടുപോയാലും, ഭൂമിക്കടിയിലെ ആ വേര് കെട്ടുപോയാലും, ഏതെങ്കിലും കാലത്ത് വെള്ളത്തിൻ്റെ സാന്നിധ്യം, ഗന്ധം മതി എന്നാണ് പറയണത്, വന്നാൽ ആ വേര് വളർന്നു വരും. ഞാൻ എന്തിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജസ്സെ അത്ര നല്ല മനുഷ്യനല്ലായിരുന്നു. ഈ ദാവീദിൻ്റെ അപ്പൻ ജസ്സയും അങ്ങയുടെ അപ്പൻ ഒബേദും ഒന്നും നമുക്ക് പറയത്തക്ക ക്വാളിറ്റിയുള്ള ആൾക്കാരല്ല. ചില പറയില്ലേ കൊട്ടേഷൻ ഗ്രൂപ്പാണ്. ഇപ്പം ദാവീദിന് തന്നെ അപ്പനെക്കുറിച്ച് പരോക്ഷമായി വലിയ സങ്കടങ്ങളുള്ള മനുഷ്യനാണ്. അപ്പൻ പഠിപ്പിച്ചില്ല എന്ന് പറയണതിന് പകരം അപ്പൻ എന്നെക്കുറിച്ച് വേണ്ട പോലെ പഠിപ്പിച്ചില്ല എന്ന് പറയുന്നതിന് പകരം എന്നെ കർത്താവാണ് യുദ്ധം പഠിപ്പിച്ചതെന്ന് പരോക്ഷമായിട്ട് പറയും. സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് പറയും, എന്നെ യുദ്ധം പഠിപ്പിച്ചത് കർത്താവാണ്, അവൻ എൻ്റെ കരങ്ങളെ യുദ്ധം ചെയ്യാൻ പരിശീലിപ്പിച്ചു എന്ന് പറയും. കർത്താവിൻ്റെ കരങ്ങളെ യുദ്ധം ചെയ്യാൻ സാധാരണഗതിയിലെ കർത്താവ് ആരെയും പരിശീലിപ്പിക്കാറില്ല. സ്വന്തം അപ്പന്മാരും ആശാന്മാരുമാണ് പരിശീലിപ്പിക്കുന്നത്. ഇറ്റ്സ് വെരി എവിഡൻറ്റ്. ദെൻ വൈ ഡേവിഡ് അലോൺ? അതാണ് ചോദ്യം. എല്ലാ ഡേവിഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാ തകർച്ചകളിലും കർത്താവിൻ്റെ കരങ്ങൾ കാണാം. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആധ്യാത്മികമായ ഒരു സമീപനമാണ്. ചിട്ടി തകർന്നു പോയാലും, തലയാളെ നാട് വിട്ടാലും അവിടെയും കർത്താവിൻ്റെ കരങ്ങൾ കാണുന്നവരുണ്ട്. ഒരു വള്ളം മുങ്ങിയാലും ചില മത്സ്യത്തൊഴിലാളികൾ, വിശ്വാസമുള്ളവർ, അവിടെയും കർത്താവിൻ്റെ കരങ്ങൾ കാണും. നമുക്കൊരു രോഗം വന്ന് നമ്മൾ കിടപ്പായി പോയി 2-3 മാസം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നാലും അവിടെയും വിശ്വാസി കർത്താവിൻ്റെ കരങ്ങൾ കാണും. എല്ലാത്തിലും കർത്താവിൻ്റെ കരങ്ങൾ കാണുന്നത്. അങ്ങനൊരു കുടുംബമായിരുന്നു ഇവരുടേത്. എല്ലാത്തിലും കർത്താവിൻ്റെ കരങ്ങൾ കാണുന്ന ഒരു കുടുംബത്തിൽ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാകുന്നത് ഒബേദിൻ്റെ കാലത്താണ്. ഒബേദ് മസിൽ പവറിൻ്റെ ആളായിരുന്നു. ഒബേദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ദാവീദിൻ്റെ അപ്പൻ, ജസ്സയുടെ അപ്പൻ ഓബദ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അതേ പോകുമ്പോഴത്തേന് ജസ്സയൊക്കെ ഉണ്ടായിരുന്നത്. നല്ല നല്ല മക്കളെ നോക്കിയിട്ട് അയാൾ യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ച്, ദാവീദിനെ പോലെയുള്ള അത്ര കണ്ട് മസിൽ പവറില്ലാത്ത ആൾക്കാരെ ചപ്പാത്തി അതുപോലെ തന്നെ സവാളയൊക്കെ കൊടുത്ത് കുറേ ആടിൻ്റെ കൂടെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്യും. അപ്പോൾ ഒന്നും പഠിപ്പിക്കാനും ഈ ദാവീദ് യുദ്ധഭൂമി വരുന്നത് വരെ ചട്ടന്മാർക്ക് ഭയങ്കര പുച്ഛമായിരുന്നു. ഇതിനെക്കുറിച്ച് 8 പൊട്ടും അറിയാത്തതിന് എന്തിനാണ് ഇവിടെ കറങ്ങി നടക്കണമെന്ന രീതിയിൽ യുദ്ധഭൂമി ചെല്ലുമ്പോൾ ദാവീദിനെ ആട്ടി ഓടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ആട്ടി ഓടിപ്പിക്കപ്പെട്ട ചേട്ടന്മാരും ഓടിച്ച അപ്പനുമൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ദാവീദ് ജനിക്കുന്നത്. അവരുടെ ദൈവിക പരിപാലനയെക്കുറിച്ചുള്ള അറിവുകൾ കെട്ടുപോയി, ആ വേര് കെട്ടുപോയി. ചില സമയത്ത് അങ്ങനെ ഇരിക്കും നമ്മുടെ കുടുംബത്തിൽ കെട്ടുപോയ വേരുകൾ. പക്ഷേ എപ്പോഴും കെട്ടുപോയ വേരുകൾ ഉള്ളവർ, അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ആൾക്കാർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മേക്കെട്ട് കയറി മരണം വരെ ഇങ്ങനെ നാട്ടുഭാഷയെ പറഞ്ഞ ചള്ളും പൊട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പരിദേവിക്കുന്ന ആൾക്കാർ എപ്പോഴും ഓർക്കണം, ഇതെല്ലാം അക്കൗണ്ട് ചെയ്ത് മാറ്റണം. അവരുടെ അക്കൗണ്ടിലേക്കല്ല, കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക്. ഒരു വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും, എല്ലാ കാലാവസ്ഥകളും ആര് കർത്താവിൻ്റെ നാമത്തിലാക്കിയെടുക്കുന്നു അവനാണ് വിശ്വാസി.
കാലാവസ്ഥയിൽ മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, വസന്തകാലമുണ്ട്. പക്ഷേ എല്ലാ കാലാവസ്ഥയും അല്ലാതെ വസന്തകാലം കർത്താവിൻ്റെത്, മഴക്കാലമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളും ദാവീദിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. രക്ഷാകുടുംബമാണ്. ആ കുടുംബത്തിൽ ഇതുപോലെ എല്ലാ കാലാവസ്ഥകളും, ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, ജീവിതത്തിൽ വരുന്ന മരണങ്ങൾ, അങ്ങനെയുള്ള ജീവിതത്തിൽ വരുന്ന തകർച്ചകൾ, ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ മക്കൾ മരിക്കുന്ന അവസ്ഥകൾ, പ്രായമാകുമ്പോൾ തന്നെ ഭർത്താവ് മരിക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ദാരുണമായ ദുരന്തങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ മാത്രം എടുക്കുന്ന ഒരു കുടുംബമായിരുന്നു ദാവീദിൻ്റെത്. ഈ രക്ഷാകുടുംബത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അറിയണം, രക്ഷാകുടുംബം എപ്പോഴും നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ്. എന്ത് സംഭവിച്ചാൽ, തകർച്ച സംഭവിച്ചാലും, വിസ എക്സ്പയറായി സമയത്ത് കയറിപ്പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റിയില്ല, ആ ജോലി പോയെന്ന് പറഞ്ഞാലും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കാണുന്നവർ. ഈ രക്ഷാവൃക്ഷത്തിൻ്റെ പ്രത്യാശയാണ് ജോബ് പറയണത്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. അതാ 14:7 വൃക്ഷത്തിന്, ജോബിൻ്റെ പുസ്തകം 14:7 വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? അത് മുറിച്ച് മാറ്റപ്പെട്ടാലും അതിൻ്റെ വേര് കെട്ടുപോയാലും. വൃക്ഷത്തിന് 2 ദുരന്തങ്ങൾ സംഭവിക്കാം. ഒന്നെന്താണ്? മുറിച്ച് മാറ്റപ്പെടാം. രണ്ടാമതെന്താണ്? മുറിച്ച് മാറ്റപ്പെട്ട വൃക്ഷങ്ങളുടെ വേര് കെട്ടുപോകും. ഇങ്ങനെ കെട്ട വേരുകൾ ഭൂമിക്കടിയിൽ കിടന്നാലും എന്തെങ്കിലും കാലത്ത് ഇത്തിരി വെള്ളം അവിടെ ചെന്നാൽ അത് തളർക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൈവമേ, ആരാണ് നിന്നോട് സംസാരിക്കുന്നത്? ഇപ്പോഴേ കർത്താവ് യേശു ക്രിസ്തു. നീ അങ്ങനെ ചിന്തിക്കണം. എന്താ കാര്യം എന്നറിയാവോ? നിൻ്റെ അവസ്ഥ ഇപ്പോഴതാകാം, കെട്ടുപോയതുപോലെയാകാം. ഇനി ഒരു കാലത്ത് ഈ കുടുംബം കരകയറത്തില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം നീ. പക്ഷേ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിനക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ വിനയമുണ്ടെങ്കിൽ, നിനക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ദൈവിക പുണ്യങ്ങളുണ്ടെങ്കിൽ നിന്റെ കാലം മുതൽ കുടുംബം ഉയർന്നു വരും. കൈയടിച്ച് കർത്താൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ജസ്സേ കർത്താവിനേക്കാൾ ഉപരി പണത്തിനും മണിക്കും മസിലിനും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. മക്കളും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് നിൻ്റെ 5-6 ആടുകളെ അപ്പനെ ഏൽപ്പിച്ച് എവിടെ കൊണ്ടിട്ടുള്ളതാണെന്ന് ചോദിക്കും. എല്ലാം ടേംസൊക്കെ സംസാരിക്കണമെല്ലാം വരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. യുദ്ധഭൂമി പോലും ദാവീദ് ജ്യേഷ്ഠന്മാർ ദാവീദ് ചെല്ലുമ്പോൾ സംസാരിക്കേണ്ടത് 5-6 ആടുകളെ അപ്പനെ ഏൽപ്പിച്ച് എവിടെ കൊണ്ടിട്ടുള്ളതാണെന്ന് ചോദിക്കും. അപ്പം നീ ആടിനെ ഇട്ടിട്ട് വരുമാനം നഷ്ടപ്പെടുത്തിയിട്ട് വന്നിരിക്കുകയാണ്. അവർ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ, വരുമാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ. ആ കുടുംബം കെട്ടുപോയി. കർത്താവിൻ്റെ കൃപ കെട്ടുപോയ കുടുംബമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ചില സമയത്ത് ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ടാവും. ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ. ഇത് ഒബേദിൻ്റെ കാലം മുതൽ തുടങ്ങിയ ഒരു മനോഭാവമാണ്, കാഴ്ചപ്പാടാണ്. നമുക്കറിയാലോ, വിശ്വാസം എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ അതൊരു കാഴ്ചപ്പാടാണ്. ചിലർ കർത്താവിനെയും കൂട്ടി കാഴ്ചപ്പാട് നടത്തും. ചില ആൾക്കാർ വേറെ പല സബ്സ്റ്റിറ്റ്യൂട്ട് കർത്താവിന് പകരം വെച്ച് പുതിയ കാഴ്ചപ്പാടുണ്ടാക്കും. കാലാന്തരത്തിൽ കർത്താവിൻ്റെ കൃപ കെട്ടുപോവുകയും ചെയ്യും. പക്ഷേ ജെസ്സയ്ക്കും ജെസ്സയുടെ അപ്പൻ ഒബേദിനും അപ്പുറത്ത് ഒരാളുണ്ടായിരുന്നു. ആരാണ്? ബോവാസ്. ആരാണത്? ബെത്ലഹേംകാരനാണ്. ഒബേദിൻ്റെ അപ്പനാണ് ബോവാസ്. ബോവാസിൻ്റെ ഭാര്യയാണ് റൂത്ത്. റൂത്ത് പക്ഷേ നമുക്കറിയാം, റൂത്ത് മോവാബുകാരത്തിയാണ്. ഈ മോവാബിനെക്കുറിച്ച് പണ്ട് ജോഷുവ ഒരു വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമോന്യരെക്കുറിച്ചും മോവാബിനെക്കുറിച്ചും. എന്താ ജോഷുവ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയേണ്ട സാഹചര്യം ഇതാണ്. ഈ റൂത്ത് ഒഫ്ര എന്നും പറഞ്ഞ് വേറെ ഒരു
മരുമോളുണ്ടായിരുന്നു. ഇവർ രണ്ടും നവോമിയുടെ മരുമക്കളാണ്. നവോമി എന്ന് പറയണത് എഫ്രാത്ത കുടുംബത്തിലുണ്ടായിരുന്ന വംശത്തിലുള്ള ആളാണ്, ബദ്ലേംകാരി തന്നെയാണ്. ഇപ്പം നവോമിയുടെ ഭർത്താവ് ഇവർ നല്ല വെൽ ടു ഡു ഫാമിലിയാണ്, സാമ്പത്തികമായിട്ട് നല്ല ഉന്നമനമുള്ള കുടുംബമാണ് നവോമിയുടെ കുടുംബം. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ അതിനുശേഷം 2 മക്കളുമായിട്ട് അവർ മൊവാബിൽ പോയി താമസിച്ചു. അവിടെ വെച്ചു ഭർത്താവ് മരിക്കും നവോമിയുടെ. പിന്നെ 2 ആൺമക്കളുണ്ടായിരുന്നു. ആ 2 ആൺമക്കളും കല്യാണം കഴിച്ച് മൊവാബിനെ തന്നെ കല്യാണം കഴിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അവരും ആ 2 ആൺമക്കളും മരിക്കും. അവസാനം ക്ഷാമമാകും അവിടെ. അപ്പോൾ ബെത്ലഹേമിൽ ബാർലി കൊയ്ത്തിൻ്റെ കാലമാകുമ്പോൾ അവർക്ക് നവോമിയുടെ ഭർത്താവിനൊക്കെ ബെത്ലഹേമിലെ പാടശേഖരങ്ങൾ ഓഹരി ഉള്ളതാണ്. ഒന്നെങ്കിൽ അത് വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ കൃഷി ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് നവോമി തിരിച്ചു പോരുകയാണ് ഇങ്ങോട്ട്. തിരിച്ചു പോരുമ്പോൾ മരുമക്കളോട് പറയുന്ന വാക്കുകൾ വളരെ ചരിത്ര പ്രസിദ്ധമാണ്. നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമുണ്ട്, നിങ്ങൾ എന്നെയും കാത്ത് നിങ്ങളുടെ ജീവിതം മെനക്കെടുത്ത് കളയേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകാൻ പറയും. എന്തൊരു നല്ല അമ്മായിയമ്മയാണ്. വളരെ ശാന്തമായിട്ട്, വളരെ പ്രായോഗികമായിട്ട്, എന്നാൽ നിങ്ങൾ എന്നെയും നോക്കി എൻ്റെ കൂടെ നിന്ന് നിങ്ങളുടെ ജീവിതം കളയേണ്ടെന്ന് പറയുന്ന ഒരു മൂല്യമുണ്ട് എല്ലാം കേൾക്കാൻ. അപ്പോൾ റുത്ത് പോകത്തില്ല. എങ്ങനെയാണ് ഈ രക്ഷകൻ പിറക്കണതിൻ്റെ ആദ്യ സൂചനകളാണ്, ഏത് മനോഭാവമാണ്. നമ്മുടെ ഉള്ളിലൊക്കെ വേരുകളുണ്ടാകും, കെട്ട വേരുകൾ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ ഈ മനോഭാവങ്ങൾ, രക്ഷാകരമായ മനോഭാവങ്ങൾ രൂപപ്പെടുത്തി എടുത്താൽ തീർച്ചയായിട്ടും ഈ വചനം ഒരു വെള്ളം പോലെ നിങ്ങളിലേക്ക് വീഴുകയും ദൈവികമായ ശക്തി നിങ്ങൾ ഉണരുകയും ചെയ്യും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ ശാന്തമായിട്ട് വേണം കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ. ഞാൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ വളരെ കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ ഈ ജീവിത അനുഭവങ്ങളുടെ പ്രാതികൂല്യങ്ങളില്ലേ, ചില സമയത്ത് നമ്മളങ്ങ് തളർത്തിക്കളയും. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഉയർന്നു വരാനുള്ള മാർഗമാണ് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകണത്. ഇപ്പം നവോമിയുടെ ലൈഫ് കണ്ടില്ലേ. നവോമി നാട്ടിലോട്ട് വരുവേ. നാട്ടിലോട്ട് വരുന്ന മുമ്പ് റൂത്തിൻ്റെ ഒരു വർത്തമാനമുണ്ട്. നമ്മൾ 1:8 റൂത്ത് 1:8 നവോമി അവരുടെ വീട്ടിലോട്ട് പോകാൻ പറയണ ഭാഗമാണ്. മക്കൾ പോയി കല്യാണം കഴിക്കൂ, എന്നിട്ട് കുടുംബ ജീവിതം ആസ്വദിക്കൂ. എന്തിനാണ് പ്രായമായ എന്നെ കാത്തു നിന്ന് നിങ്ങളുടെ ജീവിതം കളയണത്? എന്ത് രസമാണ് അവരുടെയൊക്കെ ആ തുറന്ന മനോഭാവമില്ലേ. ഇതാണ് ജെസ്സയുടെ വേരെന്ന് പറയണത്. ജെസ്സയുടെ വേരെന്ന് പറയണത് ഇതാണ്. ഈ മനോഭാവം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ക്രിസ്തു ഉണർന്നു വരും. ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ രീതികൾ മനസ്സിലായില്ലേ? ഇതൊരു മനോഭാവമാണ്. അമ്മായിയമ്മ മരുമകളോട് പറയുന്നൊരു മനോഭാവമാണ്. അതായത് നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കൂ. എന്തിനാണ് എന്നെ കാത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ചെയ്യണത്? എന്ത് മനോഹരമാണത്. അത് തുറന്ന മനോഭാവമാണ്. ഇത് ഒരു സ്വയം ദാനത്തിൻ്റെ മനോഭാവം, രക്ഷാകരമായ മനോഭാവമാണിത്. ഈ മനോഭാവം നമ്മൾ രൂപീകരിച്ചെടുത്തു കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ ഈ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ, നിങ്ങൾക്ക് ഇതുപോലെ മരുമക്കളോട്, അമ്മയമ്മ, അയൽവാസികളോട് നമ്മളുടെ സുരക്ഷിതത്തിനും സുഖത്തിനും വേണ്ടി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ വിഷമിപ്പിച്ചു അവരുടെ രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടാതെ ഒക്കെ നമ്മളുടെ താല്പര്യത്തിന് വേണ്ടി അവരെയൊക്കെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അതൊന്നും രക്ഷാകരമായ മനോഭാവമല്ല. അവരവരുടെ വഴിക്ക് വിടുക. പിന്നെ അവർക്ക് ചിലർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം, അവരുടെ സ്വാതന്ത്ര്യം. അപ്പം അങ്ങനെ ചിലപ്പോൾ അധികാരം നമ്മുടെ അടുത്താണെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് ഒരു തുറന്ന മനോഭാവം. അത് ഈ നവോമി സൂപ്പറാണ് ശരിക്കും.
ഞാൻ അവർക്ക് ഇത്രയും പ്രായം ചെന്നിട്ട് അവർ ഇത്രയും നന്നായിട്ട് സംസാരിച്ചല്ല. ഓർക്കണം, ദാവീദിൻ്റെ അപ്പുറത്തെ കാലഘട്ടമാണ്. 3500 വർഷം മുമ്പുള്ള മനുഷ്യൻ്റെ മനോഭാവമാണ്. 3500 എന്നല്ല ഇരിക്കണം, 3700 വർഷമെങ്കിലും ആണ് നവോമി ജീവിച്ചിരുന്നത്. ആ കാലങ്ങളിലുള്ള മനുഷ്യൻ്റെ മനോഭാവമാണ് എത്രയോ രക്ഷാകരമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ജെസ്സിയുടെ വേരെന്ന് നമ്മളിപ്പോൾ ഐസിയായുടെ വചനങ്ങളില്ലേ, ജെസ്സിയുടെ വേരിൽ നിന്ന് ഞാൻ ഒരു തണ്ട് മുളപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞത്. ജെസ്സിയുടെ വേരാണ് ഈ പറയണത്. ജെസ്സിയുടെ വേരിൽ നിന്നാണ് ക്രിസ്തുവിനെ രൂപീകരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ജെസ്സിയുടെ വേരെന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇതുപോലുള്ള നവോമിയെപ്പോലുള്ള ആൾക്കാരാണ് ജെസ്സിയുടെ വേര്. ജെസ്സിയുടെ വേരെന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്, ഒരു വ്യക്തിത്വമാണ്, ഒരു പ്രവർത്തന ശൈലിയാണ്, ഒരു ജീവിത വീക്ഷണമാണ്, ഒരു സ്വയംദാനത്തിൻ്റെ ഒരു സമർപ്പണമാണ് ജെസ്സിയുടെ വേര്. ആ വേരുകളൊക്കെ കെട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് വെള്ളം പോലെ, ജോബിൻ്റെ 14:9 പറഞ്ഞിരിക്കുന്ന പോലെ കെട്ട വേരുകൾ വെള്ളം വീഴുമ്പോൾ വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ ഉണർന്ന് തളർക്കണ പോലെ തളർക്കാൻ ഇടയാക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 അനുഗ്രഹം. നമ്മൾ ചിന്തിക്കണം, റൂത്ത് ഒരു മോവാബുകാരത്തിയാണ്. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിലുള്ള ആളല്ല, വിജാതി സ്ത്രീയാണ്. പക്ഷേ വിജാതി സ്ത്രീ ആയാലും അവിടെ ഉള്ളിലെ മനോഭാവമാണ് രക്ഷാകരമെന്ന് പറയണത്. ഇപ്പം എന്നെ കേൾക്കുന്ന മക്കൾ ചിലപ്പോൾ അക്രൈസ്തവരുണ്ടാകാം. ക്രൈസ്തവവും അക്രൈസ്തവവും ബേസിക്കായിട്ട് എന്താണ്? ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ്. ഒരു വിഷയത്തെ നീ എങ്ങനെ കാണുന്നോ, സുവിശേഷ വിഹിതമായിട്ട് കണ്ടാൽ നീ ഓട്ടോമാറ്റിക്കലി ഇപ്സോ ഫാക്ടോ യു ആർ എ ക്രിസ്ത്യൻ. നീ ക്രിസ്ത്യനാണ്. എൻ്റെ പേര് വല്ലതൊക്കെ ആയിരിക്കും, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. റൂത്ത് എന്നാ പറയണമെന്ന് അറിഞ്ഞാവോ? റൂത്ത് എന്നാ പറയണത്? ഞാൻ അമ്മയെ വിട്ട് ഒരിടത്തും പോണില്ല. ഈ വയസ്സാം കാലത്ത് എൻ്റെ അമ്മയെ വിട്ട്, അമ്മയമ്മേണേ, ഈ വയസ്സാം കാലത്ത് ഞാൻ അമ്മയെ വിട്ട് ഒരിടത്തും പോണില്ല. എന്നിട്ട് പിന്നെ ഇവൾ വേറൊരു വാക്ക് പറയും. അത് ഒരു 100 മാർക്ക് വീഴുന്നൊരു വാക്കാണ്. അവൾ പറയും, അമ്മയുടെ നാട് എൻ്റെ നാട്. നമ്മളൊരു 1:17 കാണുന്ന വചനങ്ങളാണ്. റൂത്ത് 1:17, അമ്മയുടെ നാട് എൻ്റെ നാട്. പിന്നെ ഒരു വാക്ക് പറയും, അമ്മ മരിച്ചടക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടും. അയ്യോ, ബ്യൂട്ടിഫുൾ. മരണം വരെ ഞാൻ അമ്മയെ പിരിയത്തില്ല, മരിച്ചാലും ഞാൻ പിരിയത്തില്ലെന്ന് പറയത്തില്ല. അതാണ് റൂത്ത് പറയണത്. മരണം വരെ ഞാൻ പിരിയത്തില്ല, അമ്മ മരിച്ചാലും ഞാൻ പിരിയത്തില്ല. ഈ നമ്മൾ 8-ാം അധ്യായത്തിൽ നടപടി സോങ് ഓഫ് ദി സോങ്സ് ഇല്ലേ, സോങ് ഓഫ് ദി സോങ്സ് എന്താണ്? ഉത്തമഗീതം. അതിൻ്റെ 8-ാം അധ്യായത്തിൽ വചനമുണ്ട്, സ്നേഹം മരണം പോലെ അങ്ങ് ശക്തമാണ്. അത് ജെസ്സയുടെ മകൻ ദാവീദിൻ്റെ മകൻ സോളമൻ എത്രയോ വർഷം 400 ഈ റൂത്ത് എന്ന് പറയുന്ന മോവാബിയ സ്ത്രീ ഇത് പറയുന്ന മുമ്പ് പറഞ്ഞ ശേഷം 400 വർഷം കഴിഞ്ഞാൽ പറ്റിയാണ് ഈ സോളമൻ ഈ കവിത എഴുതണത്. എന്താണ്? സ്നേഹം മരണത്തെപ്പോലെ ശക്തമാണെന്ന്. നമുക്ക് ആ വചനം നോക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. 8:6 ഉത്തമഗീത. നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും നിൻ്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് റൂത്ത് ചെയ്തിരിക്കുന്നത്. ഇത് സോളമനത് എഴുതുന്നതിന് 400-300 വർഷം മുമ്പാണ് റൂത്ത് പറഞ്ഞത് സ്നേഹം മരണത്തെക്കാളും ശക്തമാണെന്ന്. അതാണ് നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും
നിൻ്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. ഈ റൂത്തിൻ്റെ അമ്മായിയമ്മയും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് റൂത്ത് പറയണത്, അമ്മ മരിച്ചടക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടും. ദാറ്റ് മീൻസ് സ്നേഹം മരണത്തെക്കാളും ശക്തമാണ്. നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും വിരലടയാളമായും എന്നെ പതിക്കുക, ഞാനും എന്നും നിൻ്റെ കൂടെയെന്ന്. ഇത് ഒരു അമ്മയും മകളും അല്ല, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ തലമാണ്. ഒരു പക്ഷേ ബൈബിളിൽ ഏറ്റവും ശക്തമായ സ്നേഹത്തെക്കുറിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഞാൻ ഇങ്ങനെ പറയണം, ഇതാണ് ദശയുടെ വേരെന്ന് പറയണത്. ദൈവവേദന നമുക്ക് ചിന്തിക്കാനും കൊടുക്കാനും വാങ്ങിക്കാനും പറ്റുന്ന ഒരു സ്നേഹത്തിൻ്റെ നിലവാരത്തിൻ്റെ അപ്പുറത്ത് നീ സ്നേഹം കാണിക്കുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് നീ ക്രിസ്തുവാണ് നിന്നിൽ ജീവിക്കണത്. ശരിക്കും ഇതിലൂടെയാണ് റൂത്തിൻ്റെയൊക്കെ ഇത്തരം മനോഭാവങ്ങളിലൂടെയാണ് ജസ്സയുടെ വേര് തളർത്ത് നമുക്ക് ക്രിസ്തുവിനെ ലോകത്തിന് കിട്ടിയത്. ലോകത്ത് ക്രിസ്തു നിന്നിൽ ജീവിക്കാനും ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാനും ഇതാണ് ഇതിൻ്റെ ഒരു മാർഗം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കെട്ടുപോയ വേരുകളെ സ്നേഹത്തിന്റെ കെട്ടുപോയ വേരുകളെ ഈ വചനം കേൾക്കുമ്പോൾ തളർത്തു വരുവാനും ഈശോയെ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ വരാൻ എന്താ കാരണമെന്നറിയാവോ? അമ്മയോടുള്ള, അതാണ് റൂത്ത് 1:17. അമ്മയോടുള്ള സ്നേഹം മാത്രമല്ല, അമ്മയുടെ ദൈവത്തോടു കൂടിയുള്ള സ്നേഹമാണ്. അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. ദൈവവിശ്വാസത്തിന് ഓപ്ഷൻ വരുമ്പോഴാണ് രക്ഷ ക്രിസ്തു അനുഭവം മങ്ങിപ്പോണത്. ക്രിസ്തു അനുഭവം മങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ദൈവവിശ്വാസം ഷാർപ്പ് ചെയ്യണം. റൂത്ത് പറഞ്ഞ കൂട്ടത്തിൽ എന്താ പറഞ്ഞത്? മാനുഷികമായ വിഷയം മാത്രമല്ല, അമ്മയുടെ നാട് എൻ്റെ നാട്, അമ്മയുടെ ചാർച്ചക്കാരെൻ്റെ ചാർച്ചക്കാർ, അമ്മ മരിച്ചടക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടുമെന്ന് പറയുമ്പോൾ എല്ലാം മാനുഷികമാണ്. പക്ഷെ ഒരു വാക്ക് ആ 1:17 എന്താണ്? അമ്മയുടെ ദൈവം. മോവാബുകാരത്തിയാണ്, അവൾ പറഞ്ഞതാണ് അമ്മയുടെ ദൈവം. ഞാൻ അമ്മയുടെ കൂടെ വരാൻ കാരണം ഇതാണ്, അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ബാക്കി എന്തെല്ലാം റെഫറൻസ് വരുമ്പോഴും അതൊന്നാം സ്ഥാനം കൊടുത്താൽ അതാണ്. ഇത് ജോഷുവയുടെ വചനമാണ് ശരിക്കും. ഇപ്പം നമ്മൾ റൂത്ത് 1:17 കൂടെ വായിക്കേണ്ടത് ജോഷുവ 24:15. ജോഷുവ 24:15 അമോബിയർ നിങ്ങൾ, അത് ജോഷുവ പറയണത് ഭയങ്കര രസമാണ്. അവിടുത്തെ മൊവാബിയരെ ഉദ്ദേശിക്കുന്നുണ്ട് ജോഷുവ. അതായത് ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുവാൻ, ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുവാൻ മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണെന്ന് വെച്ചാൽ സേവിക്കുക എന്നിന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇതിലാണ് ജോഷുവ മോസസിൻ്റെ ഒപ്പം വരണത്. മോസസിന് ശേഷം ജനത്തെ നയിക്കാനുള്ള അഭിഷേകം ജോഷുവക്ക് കിട്ടുന്ന ഈ ഒറ്റ വചനത്തിലാണ്. അമോരിയുടെ മോവാബിയുടെ ദൈവങ്ങളുണ്ട്, ഇവിടെ ഓപ്ഷനുണ്ട്. പലതരത്തിലുള്ള ദൈവസങ്കല്പങ്ങളും ലോകത്ത് നടപ്പുണ്ട്. യു ക്യാൻ ചൂസ് യുവർ ഓപ്ഷൻ. ബട്ട് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ ആരാധിക്കാം. ദൈവസങ്കല്പത്തെക്കാൾ ഉപരി ജീവിതത്തിൽ വിശ്വസിച്ച് അനുഭവിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ട എൻ്റെ കർത്താവിനെ, അതാണ് രക്ഷാകര അനുഭവത്തിൻ്റെ അകത്ത് വരുന്ന ക്ലാരിറ്റി. അതാണ് നമുക്ക് പലതും കർത്താവെന്ന് തോന്നും. സമ്പത്ത് കർത്താവെന്ന് തോന്നും, സൗന്ദര്യം കർത്താവെന്ന് തോന്നും, അധികാരം കർത്താവെന്ന് തോന്നും. അതിനൊക്കെ വേണ്ടി എത്രയോ പേരെ വിശ്വാസം ഉപേക്ഷിച്ചവർ നമ്മളെ കേരളത്തിൻ്റെ സാംസ്കാരിക നഭസിൽ തന്നെ കാണാം.
അവർക്ക് എന്തെങ്കിലും അധികാരം കിട്ടും, അവർക്ക് കുറച്ച് പണം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് കല പ്രചരിപ്പിക്കാൻ കഴിയും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അവരുടെ പേര് പോലും നോക്കാതെ അവർ ഉപേക്ഷിച്ച് കളയും. നമ്മളത് കാണുന്നതാണ് നമ്മുടെ മുമ്പിലെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 24:15 വളരെ പ്രാധാന്യം വരുന്നത്. റൂത്ത് എന്താ പറയണത്? അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. അതല്ലേ ജോഷുവ പറഞ്ഞത്, നിങ്ങൾക്ക് അമ്മയുടെ ദൈവത്തെ ആരാധിക്കാം, ദാറ്റ് ഇസ് യുവർ ഓപ്ഷൻ. നിങ്ങൾക്ക് മോവാബിയുടെ ദൈവത്തെ ആരാധിക്കാം, ദാറ്റ് ഇസ് യുവർ ഓപ്ഷൻ. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും പട്ടിണി കിടന്ന് ചത്താലും കുഴപ്പമില്ല, എല്ലാവർക്കും കൊറോണ വന്നാലും കുഴപ്പമില്ല, റേഷനറി കാർഡ് റേഷനറി കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനും എൻ്റെ കുടുംബവും. എന്തെല്ലാം വിഷമങ്ങൾ വരുമ്പോഴാണല്ലോ വിശ്വാസത്തിൽ നമുക്ക് വൈബ്രേഷൻ ഉണ്ടാകണത്. എല്ലാവർക്കും എല്ലാം എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ വിശ്വസിക്കണം എന്താ കുഴപ്പം? അപ്പോൾ വിശ്വാസത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടർച്ചയോ നഷ്ടമോ കഷ്ടമോ ഉണ്ടാകുമ്പോൾ ആണ് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിശ്ചയദാർഢ്യത്തോടെ ഒരു തീരുമാനം. വിശ്വസ്തത നിശ്ചയദാർഢ്യത്തെ ഒരു തീരുമാനമാണ്. ആ തീരുമാനമാണ് റൂത്ത് എടുക്കുന്നത്. ഓർക്കുക ദൈവമേതലേ, ദൈവത്തിൻ്റെ നാമത്തിൽ കളങ്കമില്ലാതെ നീ ഒരു വിശ്വാസത്തിൽ കഷ്ടകാലത്തും നഷ്ടകാലത്തും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതാണ് ജെസ്സയുടെ പേരെന്ന് പറയണത്. ജെസ്സയുടെ പേര് ഒബേദിൻ്റെ പേരല്ല, ജെസ്സയുടെ പേരുമല്ല, അതിന് മുമ്പുള്ളൊരു പേരാണ്. ബോവാസിൻ്റെയും റൂത്തിൻ്റെയും ഒക്കെ നിലപാടുകളാണത്, അവിടെ മനോഭാവങ്ങളാണത്. ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ ദൈവം തന്നെ എൻ്റെ ദൈവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൂത്തിൻ്റെ 1:17 ജോഷുവയുടെ 24:15 ഏതാണ്ട് ഒരേ വചനം തന്നെയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വചനങ്ങളെ വിശ്വാസത്തെ കഷ്ടവും നഷ്ടവും വേട്ടയാടുമ്പോൾ വിശ്വാസത്തിൻ്റെ പേരിലെ കഷ്ടമുണ്ടായാലും നഷ്ടമുണ്ടായാലും കർത്താവേ വിശ്വാസത്തിലെ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിനെ എൻ്റെ കുടുംബത്തിലെ ജീവിപ്പിച്ചെടുക്കുവാൻ ഉയർത്തിയെടുക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജെസ്സയുടെ രക്ഷാവൃക്ഷത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ച് ആണ് ധ്യാനിക്കുന്നത്. അത് ജെസ്സയുടെ വേരുകളെ കെട്ടിട്ടും കെടാതെ കിടക്കുന്ന കുറച്ച് വേരുകൾ മാതാപിതാവും കൂടി വെള്ളം തളിച്ച് കിളിപ്പിക്കുന്നതാണ് രക്ഷാനുഭവത്തിൻ്റെ ആന്തരിക ചൈതന്യം എന്ന് പറയണത്. ഇനി നവോമി അങ്ങനെ റൂത്ത് വിട്ടുമാറാൻ നിൽക്കുമ്പോൾ റൂത്തിന് ആയിട്ട് മരുമോളുമായിട്ട് ബെത്ലഹേമിൽ വരുന്ന ഭാഗമുണ്ട്. അപ്പോൾ നവോമി പറയവേ, എല്ലാവരും വിളിച്ച് ഇത് നവോമിയോ എന്ന് ചോദിക്കും നവോമി കാണുമ്പോഴേ. അപ്പോൾ നവോമി പറയും, ഞാൻ നവോമിയല്ല എന്ന് പറയും, ഞാൻ മാറായാണെന്ന് പറയും. എന്താ കാര്യം എന്നറിയാമോ? നവോമിയോ എന്ന് വെച്ചാൽ നവോമിയാണോ എന്ന് ചോദിക്കുകയാണ്. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം ഹെബ്രായ ഭാഷയിൽ സന്തോഷചിത്ത എന്നാണ്. 1:20 റൂത്ത് 1:20 സന്തോഷചിത്ത. അപ്പോൾ അത് കേട്ടിട്ട് ആൾക്കാർ ചോദിക്കും, ഇത് നവോമിയോ? എന്താ ഇവിടുന്ന് പണ്ട് സമ്പദ് സമൃദ്ധി ജീവിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കണം നവോമിയാണോ എന്ന് ചോദിക്കുമ്പോൾ നവോമി പറയും, ഞാൻ നവോമിയല്ലെന്ന് പറയും. നവോമിയാണേ, പക്ഷേ ഇതിലവർ പറയും ഞാൻ മാറയാണെന്ന്. എന്താ മാറ എന്ന് പറയണത്? കയ്പ്. അതാണ് റൂത്തിൻ്റെ 1:20. ഞാൻ മാറയാണ്, എൻ്റെ പേര് ഞാൻ സന്തോഷിച്ചിട്ടേ ഇപ്പോഴേ, നവോമി അല്ല എൻ്റെ പേര് മാറ്റേണ്ടി വരുമോ? ഞാനിപ്പോൾ മാറായിപ്പോയി, കയ്പായിപ്പോയി, കഠിനമായി. എന്നിട്ട് പറയും, സർവശക്തൻ എന്നോട് കഠിനമായിട്ടാണ് ചെയ്തത്. പക്ഷേ ഷീസ് അക്സെപ്റ്റിംഗ് ദാറ്റ്. എന്താ നവോമിക്ക് പറ്റിയത്? ഭർത്താവ് മരിച്ചു, പിന്നെ എന്ത് പറ്റി? 2 ആൺമക്കളും മരിച്ചു. ഇപ്പം സന്തോഷമെല്ലാം പോയെന്നാണ് പറയണത്. എന്നെ മാറായെന്ന് വിളിച്ചാൽ മതി, ഞാൻ അത്രയും കൈപ്പേറിയതാണ് എൻ്റെ ജീവിതം എന്ന് പറയും. എന്നിട്ട് നവോമി പറയുവേ, ഈ റൂത്ത് 1:20 പറയുന്ന വാക്ക് ഇത്രയും കാഠിന്യവും കയ്പും അനുഭവിക്കുമ്പോഴും ഈ ഇവരുടെയൊക്കെ പറയണെന്താ പറയുക, സർവശക്തൻ എന്നോട് കാഠിന്യം കാട്ടി. അല്ല, കർത്താവിന് ശപിക്കുകയല്ല,
സർവശക്തൻ എൻ്റെ മക്കൾ, ഇതൊരു മനോഭാവമാണ്. രക്ഷയുടെ വേരെയാണ് ഇത്. വേര് എന്തൊക്കെ ഉണ്ടെന്ന് അതിൻ്റെ സ്വഭാവം നോക്കുകയാണ്. നിൻ്റെ ഹൃദയത്തിൽ ഇന്ന് ഒരുപക്ഷെ കഷ്ടകാലത്ത് കെട്ടുപോയ കർത്ത ചൈതന്യത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണിത്. കഷ്ടകാലത്ത്, രോഗകാലത്ത് കെട്ടുപോയ വിശ്വാസമുണ്ട്, കെട്ടുപോയ പ്രത്യാശയുണ്ട്. ഈ കഷ്ടകാലത്ത് കെട്ടുപോയ വിശ്വാസത്തിൽ നിന്ന് എങ്ങനെ തിരിച്ച് ക്രിസ്തുവിനെ ജനിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും? അതിൻ്റെ ഒരു മനോഭാവമാണ് പറയണത്. കഷ്ടകാലമായാലും കെട്ട അവസ്ഥയിലായാലും നവോമി പറയും, സർവശക്തൻ എന്നോട് കാഠിന്യം കാണിച്ചു, അപ്പോഴും കർത്താവിനെ കൈവിട്ട് കളയാൻ തയ്യാറല്ല, കർത്താവിനെ ശപിക്കാനും തയ്യാറല്ല. സർവശക്തൻ എന്നോട് കാഠിന്യം കാണിച്ചു. അത് അക്സെപ്റ്റ് ചെയ്യണം ശരിക്കും. ഈ നവോമി ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എപ്പോഴും ദൈവത്തെ നമ്മൾ, എൻ്റെയും കൂടി ഒരു അനുഭവം എനിക്ക് തോന്നണത്, അതായത് ഒരിക്കലും എന്തെല്ലാം ഒരു അവസ്ഥയായാലും എൻ്റെ മക്കൾ ഒരു കാരണവശാലും ദൈവത്തെ തള്ളിപ്പറയണമല്ല, ദൈവത്തെ അവോയ്ഡ് ചെയ്യരുത്. ചില സമയത്ത് നമ്മൾ ദൈവത്തെ, ഇപ്പം നമ്മുടെ പ്രാർത്ഥന മുടക്കണം എന്നൊക്കെ പറയണില്ലേ, കൃപാന മുടക്കുന്നു, പ്രാർത്ഥന മുടക്കുന്നു, സന്ധ്യാജപനം മുടക്കുന്നു എന്നൊക്കെ പറയണില്ലേ, അത് അത്ര നിസ്സാര കാര്യമല്ല. കഷ്ടകാലം നമ്മൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യണം. ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കണം. എന്നാത്തിനാണ് പ്രാർത്ഥിച്ചിട്ടും ഇത് തന്നെയായ അവസ്ഥ. അതാണ് പ്രശ്നം. അങ്ങനെ ഒരിക്കലെങ്കിലും നീ അപ്പം ദൈവത്തിനെ വിശ്വാസത്തിലെടുക്കണില്ല എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന് ഏത് നേരം വേണമെങ്കിലും അതായത് നവോമി പറയണത്, സർവശക്തൻ എന്നോട് കുറച്ച് കഠിനമായിട്ടാണ് പെരുമാറിയത്, അത്രയേ ഉള്ളൂ. അവളുടെ എല്ലാ ദുഃഖവും അത് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോഴും ദൈവം സർവശക്തനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ സർവശക്തൻ എന്നോട് ഇത് എന്ത് മനോഹരമാണത്. അതാണ് ജസ്സയുടെ പേരെന്ന് പറയണത്. സർവശക്തൻ എന്നോട് ഇത്തിരി കാഠിന്യമായിട്ടാണ് പെരുമാറിയത്. ദാറ്റ്സ് ഓക്കെ, അത്രയേ ഉള്ളൂ. തുളുമ്പണില്ല. അതിൻ്റെ അപ്പുറത്തൊരു നിരാശയോ. ഇപ്പം ജോബിൻ്റെ പുസ്തകത്തിലല്ലേ ഈ രക്ഷാകരമായൊരു go. Blessed be the name of the Lord. ജന്മാന്തരങ്ങൾക്ക് ആവേശം കൊടുത്ത ജോബിൻ്റെ സുവിശേഷമാണിത്. സ്വന്തം ശരീരം ഇങ്ങനെ അഴുകി അടർന്ന് വീഴുമ്പോഴും, തൊടുന്ന സ്ഥലത്തെല്ലാം, കടിക്കണ പടെല്ലാം ചുരണ്ടുന്ന സ്ഥലത്തെല്ലാം അടർന്ന് വീഴുമ്പോഴും ജോബ് വിശ്വാസം വിടാതെ സംസാരിക്കും. ജോബ് 1:22 നെക്കട്ടയ്ക്കും ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി തിരിച്ചു പോകും. Blessed be the name of the Lord. അങ്ങനെയാണെങ്കിലും എൻ്റെ ശരീരം അഴുകിപ്പോയാലും ബ്ലസ്സഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ നാമം മഹത്വമുള്ളതാകും. മക്കളെ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൺ കണക്കിന് കൃപയുടെ സ്വർണം തൂക്കണ സമയമാണ്. നിലപാട്, ഞാൻ പറഞ്ഞു, വിശ്വാസം ഒരു നിലപാടാണ്. അത് തന്നെയാണ് നവോമി പറയണത്. എൻ്റെ ഭർത്താവ് മരിച്ചു, എന്നെ നോക്കാനുള്ള ആമക്കൾ 2 പേരും മരിച്ചു. Blessed be the name of the Lord. സർവശക്തനാണ് അപ്പോഴും ദൈവം. അതാണ് റൂത്ത് 1:20. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷേ ജസ്സയുടെയും ഒബേദിൻ്റെയും കാലം കഴിയുമ്പോൾ ദാവീദിൻ്റെ കാലം കുറച്ചുകൂടി നല്ല കാലമാണ്. ദാവീദ് ഏതാണ്ട് ഈ നവോമിയുടെയൊക്കെ ടൈപ്പാണ്. കാര്യം ദാവീദിൻ്റെ കാലത്ത് അബിഷായ് എന്നും പറഞ്ഞ് ഒരു സാവൂളിൻ്റെ കുടുംബക്കാരനുണ്ടായിരുന്നു. ഇപ്പം സാവൂളിൻ്റെ കുടുംബത്തിന് സാവൂളിന് രാജഭാരം നഷ്ടപ്പെട്ടിരിക്കുന്ന കാരണം അത് ദാവീദാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അബ്സലോമിൻ്റെ കാലം വന്നപ്പോൾ ദാവീദിനെ ചവിട്ടി പുറത്താക്കി. സ്വന്തം മകനാണേ. ഇതാണ് ക്ലൈമറ്റ് എന്ന് പറയണത്. ഒരു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യണ കണ്ടല്ലേ ജീവിതത്തിൽ. സ്വന്തം മകൻ അപ്പനെ ചവിട്ടി പുറത്താക്കി. അപ്പൻ്റെ ഭാര്യമാരെ മട്ടുപ്പാവിൽ കൊണ്ടുപോയി പരസ്യമായി വ്യഭിചരിച്ചിട്ട് അപ്പനെ നാണിപ്പിച്ച് നാട് കടത്തും. അപ്പോഴാണ് ഈ അബിഷായി പുറകെ പോണത്. പുറകെ പോയിട്ട് ദുഷ്ട, കള്ള,
കാലമാടാന്നൊക്കെ വിളിച്ചുകൊണ്ട് ഈ രാജാവിനെ കളിയാക്കണ ഭാഗമുണ്ട്. 2 സാമുവേൽ 12-ാം അധ്യായത്തിൽ നമ്മൾ 16:12 അബിഷായി കൂടെ നടന്നുകൊണ്ട് ഇവനെ ശപിക്കും. അപ്പോൾ കാലക്കാതെ സ്വന്തം മകൻ തന്നെ അവനെ ചവിട്ടിപ്പുറത്താക്കി രാജ്യം പിടിച്ചെടുത്ത് ഇപ്പോഴാരുമില്ല, പട്ടാളമില്ല, ആളുമില്ല, അർത്ഥവുമില്ല. ഇവൻ നാട് വിട്ട് പോകുമ്പോൾ ദാവീദ് ചെയ്യണത് താൻ രാജാവാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മേലങ്കി കൊണ്ട് മുഖം മറച്ചിട്ടാണ് പോണത്. പക്ഷേ ഈ അഭിഷേകം കണ്ടുപിടിച്ച് ഏത് മുഖം മറച്ചെങ്കിലും ഇവൻ രാജാവാണെന്ന് കണ്ടുപിടിച്ച് ഇവരെ പുറകെ നടന്ന് തെറി പറയും. തെറി പറയുമ്പോൾ കൂടെ നിൽക്കണ അനുചരൻ പറയും, ഹൂസായി പറയും, ഈ ചത്ത പട്ടിയുടെ പെടൽ ഞാനിടെ പല്ല് ഞാൻ പറിക്കട്ടെ, നാക്കി ഞാൻ പിടിച്ചെടുക്കരുതിരിക്കും. ആര്? അഭിഷായിയുടെ നാക്ക് പിടിച്ചെടുക്കട്ടെ, അവൻ എന്തെല്ലാമാണ് എൻ്റെ രാജാവിനെ പറയണതെന്ന് പറയും. അപ്പം ദാവീദ് പറയണൊരു വാക്കുണ്ട്, അവനെ ഇപ്പോൾ ഒന്നും പറയണ്ട, എന്ത് ഹൃദ്യമാണ്. ഇതാണ് ജെസ്സയുടെ വേരെന്ന് പറയണത്. ദാവീദ് പറയുന്ന വാക്കുകൾ നിൻ്റെ ശത്രുക്കളോടും നിന്നെ ശപിക്കുന്നവരോടും നിനക്ക് പറയാൻ കഴിഞ്ഞാൽ നിൻ്റെ പേരിൽ നിന്ന് രക്ഷകൻ ഉണർന്നു വരും. ക്രിസ്തു നിൻ്റെ കുടുംബത്തിൽ ശക്തി പ്രാപിക്കും. ദാറ്റ് ഇസ് മൈ പോയിന്റ്. ഒക്കെ മനസ്സിലായോ ഞാൻ എന്താ സംസാരിക്കണമെന്ന്? ഇതൊരു മനോഭാവമാണ്. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉണർത്താനുള്ള ശക്തി പ്രാപിക്കാനുള്ള മനോഭാവം. അതാണ് 2 സാമുവേൽ 16:12 കർത്താവ്, അതായത് 2:11 മുതലുണ്ട്. ദാവീദ് അബിഷായിയോടും തൻ്റെ ദാസന്മാരോടും പറഞ്ഞു, ഇതാ എൻ്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ദാറ്റ് ഇസ് മൈ ടൈം. ഇതാ എൻ്റെ സമയം. ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്ത് അത്ഭുതം? അവനെ വെറുതെ വിട്ടേക്കൂ. ശത്രുവിനോടെ അവൻ്റെ പെടലി അരിയാൻ കഴിവുള്ളവൻ കൂടെ നിന്നിട്ടും ദാവീദ് അവനോട് കാണിക്കുന്ന കരുണയാണ്. അവനെ വെറുതെ വിട്ടേക്കൂ. ഇതാണ് ജെസ്സയുടെ പേരെന്ന് പറയണത്. കർത്താവ് കൽപ്പിച്ചത് കൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. അവിടെയും കർത്താവിൻ്റെ പണ്ട് പറഞ്ഞില്ലേ, കർത്താവിൻ്റെ കരങ്ങൾ കഷ്ടകാലത്ത് തന്നെ ശപിക്കുന്നവരുടെ മേലും തന്നെ ആക്ഷേപിക്കുന്നവരുടെ അധരങ്ങളിലും കർത്താവിനെ കണ്ടെത്താനുള്ള കഴിവിൻ്റെ പേരാണ് വിശ്വാസം. ഇതാണ് വിശ്വാസം. അതുതന്നെയാണ് നവമി പറഞ്ഞത്, എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ മക്കൾ മരിച്ചു, സർവശക്തൻ എന്നോട് കാഠിന്യം ചെയ്തു. അപ്പോഴും ദൈവത്തെ സർവശക്തനും തന്നെയാണ് പറയണത്. ദാവീദിൻ്റെ കാലം വരുമ്പോഴും അത് തന്നെയാണ്. എൻ്റെ ദൈവത എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയണമെന്നറിയാവോ? ഈ കാലം വളരെ സങ്കടം പിടിച്ചൊരു കാലമാണ്. സമ്പത്തില്ല, വരുമാനമില്ല, നമുക്ക് അംഗീകാരമില്ല, പേരില്ല, ഒന്നുമില്ലാത്തൊരു കാലം. രോഗം പിടിച്ച് വീട്ടിലിരിക്കണ ഒരു കാലമാണ്. ഈ കാലങ്ങളിലെല്ലാം നമ്മളെ ആദരിച്ചവരുണ്ട്, ഇപ്പം നമ്മളെ അപമാനിക്കുന്നവരുണ്ട്. കാലം ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണ് ജീവിതത്തിൽ. കൊറോണയുടെ കാലം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരികയാണ്. ഇതൊന്നും വിശ്വാസിക്ക് പുത്തരിയല്ലെന്ന് എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം. നമുക്ക് മുമ്പ് വിശ്വാസം ജീവിച്ചവരെ അവരുടെ ആ വേരിൽ നിന്ന് തന്നെയാണ് രക്ഷ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിന് രക്ഷകൻ ശക്തി പ്രാപിക്കേണ്ട സമയമാണിത്. ദാവീദ് എന്താ പറയണത്? 2 സാമുവേൽ 16:12 അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ, കർത്താവ് കൽപ്പിച്ചത് കൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. ദാറ്റ് ഈസ് ദ ഹോപ്പ്. അതായത് കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. എപ്പോഴാണ്? അവനെ വെറുതെ വിട്ടേക്കാൻ. നിൻ്റെ ശത്രുവിനെ നീ വെറുതെ വിടണം. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് ശത്രു ഇല്ല എന്ന് പറയും. ശരി, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ചില ആൾക്കാർ സംസാരിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? എപ്പോഴും കുറവ് പറഞ്ഞുകൊണ്ടിരിക്കും. കൊല്ലാനും തല്ലാനും ഒക്കെ ആവതില്ലെന്നുണ്ടെങ്കിലും തോന്നിവാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നുകൊണ്ടിരിക്കും. മരുമക്കളായാലും അയൽവാസികളായാലും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. പക്ഷേ ദാവീദ് എന്താ പറയണത്? അതൊന്നും പറയണ്ട, അവരെ വെറുതെ വിട്ടേക്കാൻ പറയുകയും. 2 സാമുവേൽ 16:12
അവരെ വെറുതെ വിട്ടേക്കും. നിന്നെ ആക്ഷേപിക്കുന്നവരെ, നിന്നെ പുറകെ നടന്ന് നിന്നെ ദൂഷണം പറയുന്നവരെ, നിന്നെ അപമാനിക്കുന്നവരെ, അവരെ വെറുതെ വിട്ടേക്കൂ. അതിൻ്റെ രക്ഷയുടെ പേരാണ്. എന്താ കാര്യം? അങ്ങനെ അവരെ വെറുതെ വിടണേ കാണുമ്പോഴേ കർത്താവ് എൻ്റെ മനസ്സ് കാണുമല്ലോ, അപ്പോൾ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചെന്ന് വരാം. അതാണ് പ്രത്യാശ. ഏത് ആക്ഷേപത്തിൻ്റെ കാലത്തിലും വിശ്വാസി പ്രത്യാശ വെക്കണത് കർത്താവിൻ്റെ കരുണയിലാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി ഉള്ളവളായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കണേ. റൂത്ത് 1:21. ഒത്തിരി ഉള്ളവളായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. പൊന്ന്, പറമ്പ്, ഭർത്താവ്, മക്കൾ എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കൊന്നുമില്ല. അപ്പം തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെയും കർത്താവിനെ കക്ഷി ചേർക്കുന്നുണ്ട്. അവിടെ ഇല്ലായ്മയിലും കർത്താവിനെ കക്ഷി ചേർക്കുന്നുണ്ട്. അത് ജോബിനെ പോലെയാണ്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു എന്ന്. അതാണ് എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. അപ്പം തിരിച്ചയച്ചതും ആരാണെന്നാണ് പറയണത്? കർത്താവാണ്. നിന്നെ തിരിച്ചയക്കുമ്പോഴേ എങ്ങോട്ടാണ് അയക്കണത്? ഈ ബെത്ലഹേമിലേക്കാണ് തിരിച്ചയക്കണത്. രക്ഷകൻ ജനിക്കുന്ന ആ സ്ഥലത്തിലേക്ക് തിരിച്ചയക്കുകയാണ്. പക്ഷെ ഒന്നുമില്ലാത്തവളായി. നവോമി വന്നതുപോലെ തന്നെയാണ് അമ്മ മാതാവ് ഒരു കാലത്ത് തിരിച്ചു വന്ന് നിങ്ങൾ ഓർക്കുമ്പോഴേ എല്ലാം പെട്ടെന്ന് മനസ്സിലാകും. നവോമി ഒന്നുമില്ലാത്തവളായി ബെത്ലഹേമിലേക്ക് വരകണത് പോലെ തന്നെയാണ് കാലിത്തൊഴുത്തിലേക്ക് നിറവയറുമായിട്ട് അമ്മ തിരിച്ചു വന്നതെന്ന് ഓർക്കുമ്പോഴേ നമുക്കെല്ലാം മനസ്സിലാകും. നവോമിക്ക് എന്താ പറയണത്? കർത്താവാണ് എന്നെ തിരിച്ചയച്ചതെന്ന്. അപ്പോഴും വിശ്വാസം വിട്ടുകൊടുക്കാൻ, ഒന്നുമില്ലാത്തവളായി തിരിച്ചു വരുമ്പോഴും വിശ്വാസം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതാണ് ജെസ്സയുടെ പേര്. സാമ്പത്തികമായ തകർച്ച വരുമ്പോഴും തിരിച്ച് ഒന്നുമില്ലായ്മ കുപ്പ് കൊത്തുമ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു മനോഭാവമുണ്ട്. അതാണ് ജെസ്സയുടെ പേര്, കിളിർക്കുന്ന പേര്, രക്ഷകനെ ഉയർത്ത് എഴുന്നേൽപ്പിക്കുന്ന പേര്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് നിലനിൽക്കുമ്പോൾ കർത്താവ് എല്ലാ ഇല്ലായ്മകളും വല്ലായ്മകളും ആക്ഷേപങ്ങളിലുമൊക്കെ അപ്പോഴും വിശ്വാസത്തോടെ കർത്താവിനെ തന്നെ അനുസ്മരിക്കുന്നവരുണ്ട്. ആ അനുസ്മരണിക്കുന്നവരുടെ ഉള്ളിൽ കർത്താവ് ചില ചിന്തകൾ കൊടുക്കും. അങ്ങനെയാണ് പിന്നെ ഒന്നേന്ന് മനുഷ്യൻ തുടങ്ങണത്. ഇപ്പോൾ റൂത്തിന് മരുമകൾക്ക് ഒരു ചിന്ത കൊടുത്തു. മരുമകൾ പറയും, അമ്മ ബാർലി കൊയ്ത്ത് നടക്കുന്നുണ്ടല്ലോ, ഞാൻ പോയി കാലാ പെറുക്കട്ടെ എന്ന് ചോദിക്കും. ഒന്നുമില്ലേ, പട്ടിണിയാണ്, ഭക്ഷണം കഴിക്കാനുള്ള മാർഗം പോലും ഇല്ല. അതാണ് കാലാ പെറുക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊയ്ത്ത് കഴിയുമ്പോൾ ഇസ്രയേലിലൊരു നിയമമുണ്ട്. പാവപ്പെട്ടവർ ആ കൊയ്ത്തുകാർ ഉപേക്ഷിച്ച് കളഞ്ഞ കതിര് എന്തെങ്കിലും പാടശേഖരത്തിൽ താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കലവും കൊണ്ട് ചെന്ന് അത് പെറുക്കിയെടുക്കും. അതിനാണ് കാലാ പെറുക്കണം എന്ന് പറയണത്. അപ്പോൾ സ്വന്തമായിട്ട് പാടശേഖരമില്ല, കൃഷിയുമില്ല. അപ്പോൾ കൊയ്ത്തുകാർ പോകുമ്പോൾ അവിടെ ഭയങ്കര ആട്ടുംതുപ്പ് പാടേ. അങ്ങനെ ആരും പോകത്തില്ല. ഒരുമാതിരിപ്പെട്ട മാന്യതയുള്ളവരാരും പോകത്തില്ല. കാര്യം അവിടെ ഭയങ്കര തെറിയും ബഹളമൊക്കെയാണ്. കാലാപെറുക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഇടിയും. തന്നെ കൊയ്ത്തുകാർ തന്നെ കുറച്ച് കഴിയുമ്പോൾ പെറുക്കാൻ വേണ്ടി പെറുക്കാൻ വന്നവരെ ഇങ്ങനെ തോന്നിവാസമൊക്കെ പറഞ്ഞ് ഓടിക്കും. അപ്പോൾ എന്നിട്ട് അങ്ങനെ പോയി നാട്ടുകാരുടെ ഓരോ വർത്തമാനമൊക്കെ കേട്ട് പോയി പെറുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപമാനിച്ചും ജീവിക്കാൻ വേണ്ടി ക്ഷാമമായി പോയില്ലേ നാട്ടിലെ. അപ്പോൾ നവോമിയോട് പറയും, റൂത്ത് പറയും, ഞാൻ പോയി കാലാ പെറുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പം നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവർ അഭിമാനികളാണ്. എബീമേലെക്കിനെ ഭർത്താവിന് ഭയങ്കര തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം ഒന്നും ഇല്ലാതായി. ഒരു മനുഷ്യനിങ്ങനെ തീരണ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞു വിടുന്ന ആളല്ല. അവരുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഈ പണിക്കൊന്നും ആരും പോകത്തില്ല. കാര്യം എബീമേലെക്കെന്ന് പറയണ ഈ നവോമിയുടെ ഭർത്താവ് ഭയങ്കര ധനാഢ്യനായിരുന്നു. അവർക്കും ബാല്യത്തോട്ടങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം കൃഷി ചെയ്യണില്ല. അപ്പോൾ അത് റൂത്ത് ചോദിക്കും, കലാപെറുക്കണവരുടെ സ്വരം കേൾക്കണമല്ല, ഞാനും കലവും കൊണ്ട് പോട്ടെ എന്ന് ചോദിക്കും. അത് നിങ്ങൾ ആ ജീവിതത്തെ ജീവിച്ചാൽ നമുക്ക് മനസ്സിലാകും.
അങ്ങനെയുള്ള ജീവിതത്തിലേക്ക്, അതായത് ഇവരിങ്ങനെ എണിയും പാമ്പും പോലെ 99 നേരെ പാമ്പ് കൊത്തി കൊണ്ടുവന്ന് 2 വെച്ചിരിക്കുകയാണ് ഇവരാ. അപ്പോഴാണ് പട്ടിണിക്ക് കലാപരക്കാൻ പോട്ടെ എന്നും. അവൾ എന്തൊരു നല്ല സ്ത്രീയാണ് ശരിക്കും, നല്ല മിടുക്കിയായിരുന്ന, നിറച്ച് പൊന്നൊക്കെ ഇട്ടുകൊണ്ട് നടന്ന ഒരു മരുമോളാണ്. അവളിപ്പോൾ കലവ് എടുത്തുകൊണ്ട് കലാപരക്കാൻ പോട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ. അപ്പം നവോമി മനസ്സില്ല മനസ്സോടെ മകൾ പോകുമെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ 2 പട്ടണി ചെന്നും കിടന്ന് മരിക്കത്തില്ല, മോൾ പോകാൻ പറയും. എന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെ ദൈവം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അനുഗ്രഹിച്ചില്ല, പിന്നെ ആരനുഗ്രഹിക്കാനാണ്? തകർച്ചയുടെ വക്കിലും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് റൂത്ത്. ആ വാക്ക് ആ 2:7 നല്ല മനോഹരമായിട്ടുണ്ട്. അവൾ എന്നിട്ട് 2:10 വരുമ്പോൾ മോവാബ് റൂത്തിനോട് സംസാരിക്കും, മകളെ എന്ന് വിളിക്കും. അപ്പം നമുക്ക് ബോവാസിന് അപ്പൻ്റെയും മകളുടെയും പ്രായമാണ് ഉള്ളത്, അതുകൊണ്ടാണ് മകളെ എന്ന് വിളിക്കണം. മകളെ, നീ ധൈര്യമായിരിക്കുക, നീ ഒരിടത്തും പോകണ്ട കാലാപറക്കാൻ, നിന്നെക്കുറിച്ച് ഞാൻ കുറേ കേട്ടായിരുന്നു എന്ന്. അപ്പോൾ റൂത്തെന്ന് വെച്ചാൽ അമ്മായിയമ്മയെ സംരക്ഷിക്കുന്ന ഒരു മരുമകളാണെന്നുള്ള ആ വാർത്ത അയൽവാസികളിൽ നിന്ന് കേട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മകളെ നീ ഇനി ഒരിടത്തും പോകണ്ട, നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ പാടശേഖരത്തിൽ ആവശ്യത്തിന് കാലാപരക്കാനുണ്ടാകും, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാൽ മതി, സമാധാനത്തെ വേലക്കാർ കുടിക്കുന്ന വെള്ളം നിനക്കും കുടിക്കാം, നീ വെള്ളം കുടിക്കാതെ നിൽക്കണം എന്നൊക്കെ ഞാൻ കേട്ടു, നീ കുടിക്കാണ്ടിരിക്കണ്ട. അതായത് വെള്ളം കുടിക്കാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ വരെ സൂക്ഷ്മതയോടെ ഈ ബോവാസ് തിരിച്ചറിയുകയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് ഇതൊക്കെ, വെള്ളം എന്നൊക്കെ പറയണത്. അങ്ങനെ ഒരു പരിഗണനയുള്ള, ഇതാണ് ജെസ്സിയുടെ വേരെന്ന് പറയണത്. തൻ്റെ പാടശേഖരത്തിൽ കാലാപരക്കാൻ വന്ന തൊഴിലാളി വെള്ളം കുടിക്കാതെ നിന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്കും വെള്ളം കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കും വേലക്കാരുടെ കൂട്ടത്തിൽ നിന്ന് വെള്ളം കുടിക്കാമെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു മനോഭാവം, ഇതൊക്കെ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കരുണയുടെ ഒരു മനോഭാവമാണ്. കർത്താവ് നിന്നോട് കരുണ കാണിക്കാൻ നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് ഈ രക്ഷക ജെസ്സിയുടെ വേര് പൊട്ടിക്കിളിർക്കണത്. കർത്താവ് നിന്നോട് കരുണ കാണിക്കാൻ നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ സ്വാഭാവികമായി നിൻ്റെ കുടുംബത്തിൽ രക്ഷയുടെ വേര് ക്രിസ്തു ഉണർന്ന് പ്രകാശിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഏത് കാലാവസ്ഥയിലും നിരാശപ്പെടാതെ. ഈ ബോവാസ് റൂത്തിനെ കാണുമ്പോൾ പറയുന്ന 2ാമത്തെ വചനമുണ്ട്, മകളെ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന തകർച്ചയെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിൻ്റെ മനസ്സ് ഇടറിപ്പോകരുത്. എന്നിട്ട് പറയണത് 2:12 വചനം, റൂത്ത് 2:12 ബോവാസ് പറയും, മകളെ, കർത്താവ് നിന്നോട് കരുണ കാണിക്കും, നിൻ്റെ പ്രവർത്തനം കണ്ട്. അങ്ങനെയാണ് പറയണത്. അതായത് നിൻ്റെ പ്രവൃത്തികൾ കർത്താവ് തക്ക പ്രതിഫലം നൽകും. അതായത് നമ്മുടെ സാമ്പത്തികമായി തകർന്നാലും രോഗം പിടിച്ച് വരഞ്ഞാലും നമ്മുടെ പ്രവൃത്തികൾ അത് വിശ്വാസവിഹിതമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ആ കാലം കഴിയുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കും. അതാണ് റൂത്ത് 2:12. ഇതൊക്കെ നമുക്ക് അത് സത്യമാണല്ലോ. അതിനുശേഷമാണ് ഈ ബോവാസ് നവോമി പറഞ്ഞു കൊടുക്കുമേ, അവൻ നമ്മുടെ ബന്ധുവാണ്, നമ്മുടെ രീതിയും പാരമ്പര്യവും ഒക്കെ അനുസരിച്ച് കൊണ്ട്, മോശയുടെ നിയമം അനുസരിച്ച് കൊണ്ട്, ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു ജീവിത പങ്കാളി നഷ്ടപ്പെട്ടാൽ ആ ബന്ധുവിന് അവളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. നീ രാത്രി ഗോതമ്പ് മെതിക്കളത്തിൽ പോയി അവൻ്റെ കൂടെ കിടന്നുറങ്ങുക, എന്നിട്ട് അവനോട് പറയുക, എന്നെ വസ്ത്രം നൽകി എന്നെ സ്വീകരിക്കാൻ പറയാം. ഉടനെ രാത്രി അതുപോലെ നവോമിയെ അനുസരിച്ച് കൊണ്ട് റൂത്ത് ബോവാസിന് മെതിക്കളത്തിൽ പോയി കിടന്നുറങ്ങും. ഉറങ്ങിയിട്ട് അയാളുടെ വസ്ത്രമെടുത്ത് കാല് മൂടും. രാത്രി അയാൾ ഉണർന്നു വരുമ്പോൾ ഒരു സ്ത്രീ കിടന്നുറങ്ങുന്നു. എന്താണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ചാർച്ചക്കാരിയാണ് അങ്ങയുടെ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങേക്ക് എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാമെന്ന് പറയും. അയ്യോ, അത് മനോഹരമാണ് അത് കേൾക്കാൻ. അപ്പോൾ ബോവാസ് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, എനിക്ക് വേണ്ടി നിന്നെ സ്വീകരിക്കാം, പക്ഷേ എന്നേക്കാൾ നമ്മുടെ കുടുംബത്തിൽ ഗോത്രത്തിൽ അവകാശമുള്ളത് വേറെ ആളുണ്ട്, ഞാനിതെല്ലാം അന്വേഷിച്ചു, എന്നേക്കാൾ അവകാശം ജീവിച്ചിരിപ്പുണ്ട്. അതാ 3:12, റൂത്ത് 3:12. ഞാൻ അയാളോട് ചോദിക്കണം, അയാൾക്കാണ് നിന്നെ അവകാശപ്പെട്ടിരിക്കുന്നത്. അയാൾക്കിഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും